ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ. യുദ്ധകാണ്ഡം. രാവണ-ശുക സംവാദം. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശം മാർഗേണ ചൊല്ലിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തു അവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ അമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതൻ അബദ്ധ്യൻ അയപ്പിനെന്നു ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവവീരനനുജ്ഞയാ സാദരം. പിന്നെയും രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരും അതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുക. നീ
ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപിപുങ്കവ പാലിതം പർവത സന്നിഭന്മാരായ വാനരർ ഉർവീകുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയും ആർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വഹ്നിനന്ദനൻ. അംഗതനാകും ഇളയ രാജാവതിനു അങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ ഋഷ്യശൃംഗോപമൻ അദ്രിശൃംഗോപമൻ തൽപാർശ്വസീംനി നിൽക്കുന്നതു വാതജൻ തുൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവീതനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനദീനങ്ങീതു ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധീശതബലിം സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടി ഉണ്ടുള്ളത് അറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയും ഉണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ
അവരേ ഇവരേ വരും. ശ്രീരാമദേവനും മാനുഷൻ അല്ല, ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗ മായാദേവി, സോദരൻ ലക്ഷ്മണനായ തനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നും അറിക വഴിപ്പോലേ. വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകം ആയ ശരീരവും പഞ്ചത്വമാശു ഭവിക്കും എല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമോദാസ്ഥിമൂത്രമലങ്ങളാൽ മാംസമേതോസ്ഥിമൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പതിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കും വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യയനദ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സക്രീ കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭോവാം അത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരൻ അദ്വയൻ
സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽ പാദപത്മ അനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിൽ ഇല്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതോ നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടും രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും. അതീനില്ല സംശയം. ഇത്തം ശുകവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുകനെന്നു തോന്നുമാറു അത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നീടിനാൻ. ശുകന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാ ശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ നിർജ്ജരവൈരീ കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നു നല്ലു ശുകാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധോ.
കുംഭോദ്ഭവനാം അഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ സംപൂജിതനാം അഗസ്ത്യതപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തദായാതു ധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാം ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്വിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണം ഇന്നു നമുക്കെടോ ഛാഗമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൻ. മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തേടിനാൻ മായയാം മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ. മർത്യം മാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിടും. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരും അല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടേ ദുഷ്കർമ്മം എന്നേ പറയാവോ. ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേ ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസാജ്ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുകോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പുകൊണ്ടു കണ്ടോരളവു ഉൾത്താപം മൂടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയം ബത യാമിനി സഞ്ചാരികൾ ഇതു ചെയ്തതു നിർണയം. ഞാനും മതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വരാം വിധിതൻ മതം എന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയും ആകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വെച്ചുകൊള്ളും ദൃഢം.
രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനു ഇഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ. അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണനു ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനീ. രാക്ഷസഭാവം അശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തം അനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. സാരനായോരു ശുകൻ പോയി അനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു. രാവണമാതാവു തൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു. രക്ഷോവരനും ഇരുത്തി യഥോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ. കൈകസീനന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം. ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നി തന്വഹം ചോരയും പെയ്യുന്നി ദുഷ്ണമായി എത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും. ഘോരദംഷ്ട്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു. രോഷാൽ നകുലങ്ങളോടും അവണ്ണമേ പന്നഗജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായി ഏറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം കാലനെ ഉണ്ടു കാണുന്നിതെല്ലാടവും. കാലം ആപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനു അത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാദേ വെച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണു നാരായണൻ
വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭുജിച്ചു കൊൾഗദ്വയനാം പരമാത്മാനം അവ്യയം ശ്രീരാമപാദപോതം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളൻ എത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്രനു പ്രാസാദമൂർധ്നി കരേറിനാൻ. ശ്രീരാമചന്ദ്രാജയ സീതാപതേ ജയ ജയ